നമസ്കാരം. മമ്മൂക്കയുടെ എക്കാലത്തെയും മാസ് ക്ലാസ് ചിത്രമായ വെള്ളിയേട്ടൻ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ഈ വരുന്ന നവംബർ 29 തീയതി ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതിന് മുന്നൊരുക്കമായി ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഒരുപാട് തവണ തിയേറ്ററുകളിലും പിന്നീട് ടിവിയിലും കണ്ട ആസ്വദിച്ച ചിത്രം വീണ്ടും കാണാൻ അവസരങ്ങൾ ലഭിക്കുമ്പോൾ അത് പാഴാക്കാതെ കാണാറുള്ളവരാണ് മലയാളികൾ. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത് 24 വർഷങ്ങൾക്ക് ശേഷം 4K പതിപ്പ് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ വെള്ളിയേട്ടന്റെ 4K പതിപ്പിന്റെ തിയേറ്റർ കളക്ഷൻ ഏത് ലെവലിൽ പോകുമെന്നാണ് ആരാധകരും സിനിമാ പ്രേമികളും ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ സംവിധായകനായ ഷാജി കൈലാസ് തന്നെ തുറന്നു പറയുകയുണ്ടായി. കൈരളി ചാനലിലൂടെ തന്നെ 1900 തവണ വെള്ളിയേട്ടൻ എന്ന സിനിമ സംപ്രേഷണം ചെയ്തു കഴിഞ്ഞു. ഈ ഒരു നേട്ടം മറ്റൊരു സിനിമക്കും അവകാശപ്പെടാൻ മലയാളത്തിൽ സാധിക്കില്ല. ഒരു ശരാശരി മലയാളി 10 തവണയേക്കാൾ കൂടുതൽ തവണ ഈ ഒരു ചിത്രം ടിവിയിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനെയിരിക്കെ ഈ ഒരു ചിത്രം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 1 കോടിക്ക് മുകളിൽ നേടാൻ സാധിച്ചാൽ അത് വെള്ളിയേട്ടൻ എന്ന സിനിമയെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ്. കാരണം ഇത്രയധികം മലയാള സിനിമാ പ്രേമികൾ കണ്ടൊരു സിനിമ വീണ്ടും കയ്യിലെ കാശ് മുടക്കി ഫാമിലിയുമൊത്ത് വീണ്ടും 4K പതിപ്പ് തിയേറ്ററിലേക്ക് കാണാൻ പോകുമ്പോൾ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, അറക്കൽ മാധവനുണ്ണിയും അനിയന്മാരെയും മലയാള സിനിമാ പ്രേമികൾ അത്രയധികം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പോലും മമ്മൂക്കയുടെ ഒരു റീ റിലീസ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്താൻ പോകുമ്പോൾ അത് ഡീഗ്രേഡ് ചെയ്ത് തകർക്കാൻ വേണ്ടി ഒരു കൂട്ടം ശ്രമിക്കുന്നുണ്ട്. ആ ഒരു കൂട്ടർ തന്നെയാണ് മലയാള സിനിമയുടെ ശാപവും. അപ്പോൾ ഇന്ന് വെള്ളിയേട്ടൻ സിനിമയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്ന ടീസറിന് ഗംഭീര അഭിപ്രായമാണ് ഇതിനോടകം തന്നെ ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 2000 പുറത്തിറങ്ങിയ ഈ ഒരു ചിത്രം 24 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീ റിലീസ് ചെയ്യുമ്പോൾ ആരൊക്കെയാണ് ഈ ചിത്രം തിയേറ്ററിൽ പോയി കാണാൻ പോകുന്നുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.